ഹായ്, ഇന്ന് നമുക്ക് പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ജാം റെഡിയാക്കി നോക്കാം. എല്ലാവരും പഴുത്ത മാങ്ങ ഒക്കെ വെച്ചിട്ടുള്ള ജാം റെഡിയാക്കി നോക്കിക്കാണും അല്ലേ? അപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ജാം റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ റെഡിയാക്കി നോക്കുക. പച്ചമാങ്ങ ജാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ള മാങ്ങ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 മാങ്ങയും ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത് കൊണ്ടുവന്ന മാങ്ങയുടെ ജ്യൂസിലോട്ടേക്ക് 1/2 കപ്പ് കൂടി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇനി അടിച്ചെടുത്ത് കൊണ്ടുവന്നത് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ജ്യൂസ് 1-2 തവണ നല്ല പോലെ അരിച്ചെടുക്കാം. ഇനി അരിച്ചെടുത്ത ജ്യൂസ് ഇത് കണ്ടില്ലേ, 1 ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ടേക്ക് 2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ തിളപ്പിച്ചെടുത്ത ഷുഗർ സിറപ്പിലോട്ടേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാങ്ങയുടെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നുള്ള് ഉപ്പ് ഇതിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമാങ്ങയുടെ ജാം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി പച്ചക്കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഞാനിവിടെ ഫോട്ടോക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫുഡ് കളർ യൂസ് ചെയ്യുന്നത്. വീട്ടിലേക്ക് വേണ്ടി റെഡിയാക്കുവാണെങ്കിൽ ഇത് ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുക. ആ സമയത്ത് ഇതുപോലെ ഒരു പത പോലെ മേൽഭാഗത്ത് കാണാൻ പറ്റും. അത് നിങ്ങൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരി മാറ്റുക. എന്നിട്ട് കുറുകി ഇതുപോലെ നല്ല പതന്നെ വരുന്ന സമയത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലെ ഒറ്റനൂൽ പരുവം ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി തണുത്തിട്ടുള്ള ജാം കണ്ടില്ലേ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുക. അത് നമുക്കൊരു ഗ്ലാസ് ജാറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയ ഗ്ലാസിൻ്റെ ജാറാണ്. പറ്റുന്നതും നിങ്ങൾ ഗ്ലാസിൻ്റെ ജാറിൽ തന്നെ ജാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കാൻ, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നല്ല ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഇതൊരു 6 മാസത്തോളം കേടാവാതെ ഇരിക്കും. എനിക്കിപ്പോൾ ഈ 2 മാങ്ങ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ജാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി നോക്കുക. ഇനി ഞാനൊരു ബ്രെഡ് സ്ലൈസിലോട്ടേക്ക് ഈ ജാം തേച്ചിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറുകിയിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇത്ര ടൈറ്റ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റിയാണ് ഈ ജാം കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.